അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഉണ്ട്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. ഇതൊരു പുഡിങ്ങാണ്. ഇത് നമ്മൾ സ്റ്റീം ചെയ്ത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പുഡിങ്. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് ബേക്ക് ചെയ്തും തയ്യാറാക്കാം. ഇതൊരു കോക്കനട്ട് പുഡിങ്ങാണ്. കോക്കനട്ട് പുഡിങ് തന്നെ എത്ര വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. പല 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 രീതിയിൽ ജലറ്റിൻ ചേർത്തിട്ട് തണുപ്പിച്ച് അങ്ങനെ ആ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുന്ന പുഡിങ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്നതുണ്ട്, ബേക്ക് ചെയ്യുന്നതുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്ന സ്റ്റീംഡ് കോക്കനട്ട് ഒരു കസ്റ്റേർഡ് പുഡിങ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നല്ല ചെയ്തുകൊടുക്കുന്നത്. കട്ടിയുള്ള തേങ്ങാപ്പാൽ 1.5 കപ്പ്, മുട്ട 4 എണ്ണം, പൊടിച്ച പഞ്ചസാര ഏകദേശം 1 കപ്പ്, വാനില എസൻസ് 1/2 ടീസ്പൂൺ. ഇനി നമ്മൾ മുട്ട 4 മുട്ട ആദ്യമേ തന്നെ നമ്മൾ 4 മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി. മഞ്ഞയും വെള്ളയും ഒന്നിച്ച്. നാലാമത്തെ മുട്ടയിലേക്ക് ഇരിക്കുകയാണ്. 4 മുട്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ബ്ലെൻഡറിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാണ്ട് ബീറ്റ് ചെയ്താലും സ്പൂൺ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ നന്നായിട്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര, ഇത് 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ഉപയോഗിക്കാം. അപ്പോൾ ഏകദേശം 1 കപ്പ് എടുത്ത് വയ്ക്കാം. മധുരം എത്ര വേണം അതനുസരിച്ചിട്ട്. നല്ല സ്വീറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാം, അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്താൽ മതിയാവും. പൊടിച്ച പഞ്ചസാര ചേർത്ത് നമുക്ക് മുട്ട ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. അപ്പം നല്ലതായിട്ട് പൊടിച്ച പഞ്ചസാരയും മുട്ടയും കൂടി ഒന്ന് യോജിച്ച്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ എസൻസും ചേർക്കാം. വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കോക്കനട്ട് എസൻസ് വേണമെങ്കിൽ ചേർക്കാം, അങ്ങനത്തെ ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ. എന്തായാലും കുറച്ച് തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ പഞ്ചസാരയുടെ തരിയോ അല്ലെങ്കിൽ മുട്ടയുടെ തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് അരിക്കുന്ന സമയത്ത് അത് മാറ്റിയെടുക്കാം. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു. പൊടിച്ച പഞ്ചസാരയല്ലേ, പെട്ടെന്ന് തന്നെ അലിഞ്ഞു. മുട്ട 4 യോജിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ. കുറുകിയതെന്ന് പറഞ്ഞാൽ എത്രത്തോളം കുറുകൽ വേണമെന്ന് മനസ്സിലായല്ലോ. നല്ല തിക്കായിട്ടുള്ളത്, വെള്ളം അധികം പാടില്ല. കുറുകിയ തേങ്ങാപ്പാൽ. ഇനി നമ്മളിത് ഒരു അരിപ്പയിലൂടെ അരിച്ച് ഇത് ഏത് പാത്രത്തിലാണോ നമ്മൾ സ്റ്റീം ചെയ്യുന്നത് അതിലേക്ക് മാറ്റും. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇതൊന്ന് അരിച്ചാൽ മാത്രം മതി. ആ സമയം കൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. സ്റ്റീമർ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വെള്ളം തിളപ്പിക്കാം. സ്റ്റീമർ എന്ന് പറഞ്ഞാൽ ഈ തട്ടിൽ വെള്ളമാണ്, അതിനകത്ത് വെള്ളമുണ്ട്, ഒരു പകുതി പാത്രം വെള്ളം, മേളിലത്തെ ഒരു പാത്രത്തിൽ ഹോൾസ് ഉണ്ട്, കണ്ടല്ലോ. ഇതുവഴി ആവി അകത്തേക്ക് വന്നിട്ടാണ് നമ്മളുടെ കാര്യം സ്റ്റീംഡ് ആയി വരുന്നത്. പുഴുങ്ങിയെടുക്കുക എന്ന് പറയുന്നത് അത് തന്നെയാണ് കാര്യം. ഇനി ഇതിനകത്തേക്ക് വെക്കാനായിട്ട് നമുക്ക് ഒരു പ്ലേറ്റ്, ഒരു പാത്രം, കുറച്ച് കുഴിയുള്ള പാത്രം, ഒരല്പം വെണ്ണ തടവിയിട്ടുണ്ട്, അതുപോലെ റെഡിയാക്കി. ഇതിലാണ് നമ്മൾ പുഡിങ് ഒഴിച്ച് സെറ്റാക്കി ആവിയിൽ വേവിക്കുന്നത്. ഇനി നമ്മൾ ആ കസ്റ്റേർഡ്, പാല്, പഞ്ചസാര, തേങ്ങാപ്പാലാണ്, പശുവിൻ പാലല്ല, അതിൻ്റെ കൂടെ 4 മുട്ട, ഒരു 1/4 മുതൽ 1 കപ്പ് വരെ പൊടിച്ച പഞ്ചസാര, പിന്നെ 1.5 കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ, ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇനി നമ്മൾ അരിപ്പയിലൂടെ സ്റ്റീമറിൻ്റെ അകത്തേക്ക് വെച്ചിരിക്കുന്ന പുഡിംഗ് ഡിഷിലേക്ക് ഈ കസ്റ്റേർഡ് മിശ്രിതം ഒഴിക്കും. ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ്. ഒന്നുകിൽ ഒരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിൽ. ആവി പുറത്ത് പോകാത്ത രീതിയിൽ സീൽ ചെയ്ത് വെക്കാം. ഇനി നമ്മളുടെ പാത്രം അടയ്ക്കുന്നു. ഇനി കുറച്ച് സമയം വെയിറ്റിംഗ് ആണ്. ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ സമയം വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളക്കട്ടെ, അത് കഴിഞ്ഞ് സ്റ്റീം മുകളിലേക്ക് വരട്ടെ, എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് റെഡിയാകും, പുഴുങ്ങിയെടുക്കും സ്റ്റീം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഷോർട്ട് ടച്ച്.
ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ സമയം കഴിഞ്ഞു. ഇപ്പം പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ശരിക്കും ഇപ്പോൾ സ്റ്റീംഡ് ആയിരിക്കുമല്ലേ. ഇനി ഇതിൻ്റെ ഒരു ആവിയെല്ലാം മാറി ഒരല്പം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ കവറിങ് മാറ്റാം. ഇപ്പോൾ ശരിക്കും നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു. നമ്മളത് ഡീമോൾഡ് ചെയ്യാനുള്ള പാകമായി കഴിഞ്ഞ് പാത്രമൊക്കെ നന്നായിട്ട് കൈ പിടിക്കാവുന്നത്ര തണുപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമ്മൾക്കിത് ഇഷ്ടമുള്ള ആകൃതിയിൽ കുറച്ചെടുക്കാൻ സാധിക്കും. ഇഷ്ടമാണ്. ഇതിപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ്. എത്ര സോഫ്റ്റാണെന്ന് അറിയാമോ? വളരെ സോഫ്റ്റായിട്ട് നമ്മളുടെ കാരമൽ കസ്റ്റേർഡ് പോലെ തന്നെയുള്ള ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് ഈ സ്റ്റീംഡ് കോക്കനട്ട് കസ്റ്റേർഡ് പുഡിംഗ് തയ്യാറാക്കാൻ സാധിക്കും. കണ്ടല്ലോ 2 ചെറിയ പീസ്. അപ്പോൾ ഈ രീതിയിൽ കൊടുത്ത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സ്വാദായിരിക്കും. നല്ല തേങ്ങയുടെ സ്വാദുള്ള നമ്മുടെ ഒരു ശരിക്കും ഒരു കോക്കനട്ട് സൂഫ്ലയൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്വാദ് അതിനോടൊപ്പം തന്നെ, പക്ഷേ ആ സൂഫ്ലയുടെ ടേസ്റ്റിനെക്കാട്ടിലും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ ഒരു ക്രീം കാരമൽ കസ്റ്റേർഡ്. കാര്യം ആ മുട്ടയുടെ ഒരു സ്വാദം കൂടി വരുമല്ലോ. മുട്ടയുടെയും തേങ്ങാപ്പാലിൻ്റെയും എല്ലാം കൂടി സ്വാദം. അപ്പോൾ മനസ്സിലായില്ല, ഇതിന് പ്രത്യേകിച്ചൊരു അലങ്കാരത്തിൻ്റെ ആവശ്യമില്ല. ഇതൊരു വൈറ്റ് പുഡിങ് തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ ഒപ്പുമായി